ഇന്ത്യൻ ഫുട്ബോളിന് നൽകിയ സംഭാവനകൾ കൊണ്ടാകാം. രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്തത്രയും പ്രോത്സാഹനം ആരാധകരിൽ നിന്നും ഒരു ടീമിന് ലഭിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ടത് കൊണ്ടാകാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ വിളിച്ചു പറഞ്ഞു കേരള ദ റിയൽ ഹോം ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന്. കാൽപന്തിന്റെ പേരിൽ അത്രയധികം പേരുകേട്ട കേരളത്തിൽ നിന്നുള്ള ഒരു ടീം ISL ഫൈനലിൽ മൂന്നാമതും സാന്നിധ്യം അറിയിക്കാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ്. നിങ്ങൾക്ക് മേലുള്ള പ്രതീക്ഷകൾ വാനോളമാണ്, അത്ര തന്നെ ആഗ്രഹങ്ങളും. നേരിട്ടതും അനുഭവിച്ചതുമായ തിരിച്ചടികൾക്കെല്ലാം പകരം ചോദിച്ച് ആരാധകർ ആഗ്രഹിച്ച ഫുട്ബോൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പന്തു തട്ടിയത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ISL ഫൈനലിന് ഇറങ്ങുമ്പോൾ ഓർക്കേണ്ടതും അറിയേണ്ടതുമായുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. രാജ്യത്തെ ക്ലബ് ഫുട്ബോൾ ചരിത്രത്തിൽ കേരളം നൽകിയ സംഭാവനകൾ വലുതാണ്. 1899 കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും ആദ്യത്തെ ഫുട്ബോൾ ക്ലബായ RB ഫെർഗൂസൺ ക്ലബിൽ നിന്നും തുടങ്ങുന്നതാണ് ആ ലെഗസി. പിന്നീട് അറോറ ഫുട്ബോൾ ക്ലബ്, FC കൊച്ചിൻ, ചിറാഗ് യുണൈറ്റഡ് പോലുള്ള നിരവധി ക്ലബ്ബുകൾ പിറന്ന നാട്. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആരാധകരുടെ സ്വന്തം മഞ്ഞപ്പടയും. 2014 ISL എന്ന ആശയം ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ തന്നെ രാജ്യത്തെ മുൻനിര ഇൻവെസ്റ്റേഴ്സ് ലീഗിന് സപ്പോർട്ടുമായി രംഗത്തെത്തിയിരുന്നു. ക്രിക്കറ്റിൽ IPL ലഭിച്ച സ്വീകാര്യതയാണ് ഇത്തരമൊരു ആശയം ഉടലെടുക്കാൻ തന്നെ കാരണം. അതുകൊണ്ട് IPL സ്വഭാവത്തിൽ തന്നെ 8 നഗരങ്ങളിൽ നിന്നായി ക്ലബ്ബുകൾ രൂപീകരിക്കാനുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുവെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിക്കുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറുടെ കൂടെ ഉടമസ്ഥതയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രൂപം കൊള്ളുന്നത്. മാസ്റ്റർ ബ്ലാസ്റ്റർ എന്ന സച്ചിന്റെ വിളിപ്പേരിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നാമം ജനിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ലീഗാണ് ISL. അങ്ങനെ ഫുട്ബോളിന്റെ പാരമ്പര്യം എന്നും കാത്തു സൂക്ഷിക്കുന്ന കേരളവും അംഗത്തിനൊരുങ്ങുകയായിരുന്നു. മുൻ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ഡേവിഡ് ജെയിംസ് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചായി വരുന്നു. ഇന്ത്യൻ താരം മെഹ്താബ് ഹൊസൈനിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം വാങ്ങിയത്. പിന്നീട് ഇയാൻ ഹ്യൂം, സ്റ്റീഫൻ പിയേഴ്സൺ തുടങ്ങി നിരവധി വിദേശ താരങ്ങളെയും സുശാന്ത് മാത്യു, സന്ദേശ് ശിംഗൻ തുടങ്ങി ഇന്ത്യൻ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിലെത്തിച്ചു. ISL ചരിത്രത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയായിരുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് തോൽവി വഴങ്ങാനായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ വിധി. രണ്ടാം മത്സരം ചെന്നൈയിൻ FCക്കെതിരെയായിരുന്നു. ആ മത്സരത്തിൽ ഇയാൻ ഹ്യൂമിന്റെ ബൂട്ടിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ആദ്യ ഗോൾ പിറക്കുന്നത്. പക്ഷേ മത്സരഫലം തോൽവിയായിരുന്നു. സീസണിലെ 4ാം മത്സരത്തിലാണ് തങ്ങളുടെ ആദ്യ ജയം ബ്ലാസ്റ്റേഴ്സ് കുറിച്ചത്. പൂനെ FCയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ISLലെ തങ്ങളുടെ ആദ്യ വിജയം സ്വന്തമാക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്നത് ഒരു ആവേശമായി തന്നെ കേരളക്കരയിൽ മാറിയിരുന്നു. നവംബർ 6, 2014 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു വലിയ കടൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മാച്ച്. എതിരാളികൾ FC ഗോവ. ആവേശം അലതല്ലിയ മത്സരത്തിൽ മിലാഗ്രസ് ഗോൺസാൽവസിന്റെ ഗോളിൽ കേരളത്തിന് ജയം. സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന 49,517 ആരാധകർക്ക് വിരുന്നൊരുക്കി ബ്ലാസ്റ്റേഴ്സ് വിജയം കൊയ്തു. മഞ്ഞപ്പട ശരിക്കും ഉണർന്നത് അവിടെ നിന്നായിരുന്നു. പിന്നീട് പൂനെയെ പരാജയപ്പെടുത്തി സെമി ഫൈനലിലേക്ക്, ശേഷം ചെന്നൈയിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക്. ISL ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമായി ബ്ലാസ്റ്റേഴ്സ് മാറി. പക്ഷേ ഫൈനൽ കൊൽക്കത്തക്കെതിരെയായിരുന്നു. അവസാനം വരെ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. പരാജയത്തിന്റെ വേദന ടീം അനുഭവിച്ചെങ്കിലും ആ തോൽവിയിലും ആരാധകർ അവരെ ചേർത്ത് പിടിച്ചു. ഇത് ഞങ്ങളുടെ ടീം എന്ന് ഉറക്കെ വിളിച്ചു. പിന്നീടുള്ള ഓരോ ISL മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് കേരളക്കരയുടെ പ്രതീക്ഷയായിരുന്നു. 1ാം സീസണിൽ 2ാം സ്ഥാനക്കാരായെങ്കിലും 2ാം സീസണിൽ അവസാന സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് പിന്തള്ളപ്പെട്ടു. പക്ഷേ 3ാം സീസണിൽ അവർ അതിഗംഭീര തിരിച്ചുവരവ് നടത്തി. സ്റ്റീവ് കോപ്പലിന്റെ പരിശീലനത്തിൽ ഫൈനൽ വരെ എത്തിയെങ്കിലും അവിടെയും കൊൽക്കത്ത വില്ലന്മാരായി. ഫൈനലിൽ വീണ്ടും പരാജയം. പിന്നീട് ബ്ലാസ്റ്റേഴ്സിനൊപ്പം വലിയ പേരുകൾ മിന്നിമറഞ്ഞു. മാറ്റങ്ങളും തിരിച്ചുവിളികളും സംഭവിച്ചു. താരോദയങ്ങളും തകർച്ചകളും അരങ്ങേറി. ആരാധകരുടെ എല്ലാം പ്രതീക്ഷകൾക്കും വളരെ താഴെ ബ്ലാസ്റ്റേഴ്സ് തോറ്റു നാണം.
2017-18 സീസണിൽ 6ാമത്, 2018-19 സീസണിൽ 9ാമത്, 2019-20 സീസണിൽ 7ാമത്, 2020-21 സീസണിൽ 10ാമത്. എന്നാൽ കാലങ്ങളായി പിന്തുടർന്ന പരാജയങ്ങളുടെ ആ ഗ്രാഫ് 2021-22 സീസണിൽ തിരുത്തിക്കുറിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. അതെ, വീണ്ടും ഒരു ISL ഫൈനൽ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുമ്പോൾ ആരാധകർ ഏറ്റുവിളിക്കുന്ന ഒരു പേരുണ്ട്. ഇവാൻ വുക്കുമനോവിച്ച് എന്ന സെർബിയൻ പരിശീലകൻ. ആരാധകർക്ക് പോലും മറന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്ന പരിശീലകൻ. ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ പ്രധാന പേരുകളായ ഡേവിഡ് ജെയിംസിനും സ്റ്റീവ് കോപ്പലിനും റെനെ മില്ലസ്റ്റൈനും എൽട്ടോ ഷട്ടോരിക്കും ഒന്നും നേടിക്കൊടുക്കാനാകാത്ത പലതും ഒരു ടീം എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സിന് വുക്കുമനോവിച്ച് നേടിക്കൊടുത്തിട്ടുണ്ട്. തകർച്ചയിൽ പകച്ചു നിന്ന ബ്ലാസ്റ്റേഴ്സിനെ ചെറിയൊരു സ്പാർക്ക് നൽകി പ്രതാപകാലത്തെ ഓർത്തെടുക്കും വിധമുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പ്രേരിപ്പിച്ചതിൽ വുക്കുമനോവിച്ചിന് വലിയ പങ്കുണ്ട്. റൈസ് ലൈക്ക് എ ഫീനിക്സ്. തോറ്റുകൊണ്ടിരിക്കുമ്പോഴും ആരാധകർ നൽകിയ ഈ പ്രതീക്ഷ സത്യമായിരിക്കുകയാണ്. അവർ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇനി ചരിത്രത്തെ സാക്ഷിയാക്കി ആ കപ്പിൽ മുത്തമിടുന്ന കാഴ്ച മാത്രമാണ് ബാക്കി. അതിനായി ഫുട്ബോൾ എന്ന കളിയെ ആവേശം എന്ന വാക്കിനോടൊപ്പം മാത്രം വായിച്ച ശീലമുള്ള ഒരു ജനത കാത്തിരിക്കുകയാണ്. മഞ്ഞക്കടലിരമ്പങ്ങൾ ഓരോ തെരുവുകളിലും ഉയരും. ഫുട്ബോൾ എന്നത് ഒരു കളിയേക്കാളൊക്കെ അപ്പുറത്ത് മറ്റെന്തൊക്കെയോ ആകും. ഒരു മനസ്സായി വിജയം കാത്തുകിടക്കും. അതെ, എന്നും കാണുന്ന ഫൈനലിൽ അടിതെറ്റി വീഴുന്ന ബ്ലാസ്റ്റേഴ്സ് ആവാതിരിക്കട്ടെ ഇനി നാം കാണാൻ പോകുന്നത്. യെസ്, the real home of Indian football is waiting for that final whistle. Cheer up.